ഹായ് ഓൾ, ഇന്ന് മോർണിംഗ് തന്നെ എണീറ്റ് ഞാൻ കുറച്ച് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോഴാണ് ബുൾഡാക്കിൻ്റെ ഈ ഒരു 2x സ്പൈസി നൂഡിൽസ് കണ്ടത്. പൊതുവേ എനിക്ക് സ്പൈസി ഫുഡ് ഇഷ്ടമാണ്. ഈ ഫ്ലേവർ നൂഡിൽസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചാവും, അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്കറിയില്ല, എന്നിട്ട് ഞാൻ തന്നെ എരിഞ്ഞൊരു വിധമാവും, എന്നാലും എനിക്ക് ഈ ഫ്ലേവർ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ നഴ്സറി കലോത്സവത്തിന് പോകാനുണ്ടായിരുന്നു. അവൾ LKG ടീമിൻ്റെ ഫാഷൻ ഷോയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ മേക്കപ്പിന് ഇരുത്തി. പുള്ളിക്കാരിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, മേക്കപ്പ് ഇടാനും ഒരുങ്ങി നടക്കാനും ഡ്രസ്സ് ചെയ്യാനൊക്കെ. അപ്പോൾ ഫാഷൻ ഷോ സ്റ്റാർട്ടായി. പിള്ളേരെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അടിപൊളി സോങ് സെലക്ഷനൊക്കെ ആയിരുന്നു. ടീച്ചേഴ്സും അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരതിനനുസരിച്ചൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഡ്രോയിങ്ങിൻ്റെ റിസൾട്ട് വന്നു. അപ്പോഴാണ് അവൾക്ക് ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ എന്തോ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. പക്ഷേ പുള്ളിക്കാരീൻ്റെ ഒരു മോട്ടിവേഷൻ അതൊന്നുമല്ല. നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഐസ്ക്രീമിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുൾ എഫേർട്ട് ഇട്ട് ഫാഷൻ ഷോയിൽ നിൽക്കുന്നത്. എല്ലാവരെയും ഗൈഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളിങ്ങനെ നടക്കണം. കാരണം ടീച്ചർ പറഞ്ഞു അവൾ നന്നായിട്ട് നടക്കുന്നുണ്ട്, എല്ലാവരും ഇവൾ നോക്കി നടക്കുന്നു. അത് കേട്ടപ്പോൾ പുള്ളിക്കാരിക്ക് കുറച്ചങ്ങ് ഇതായി. ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എന്തേ പറഞ്ഞപ്പോഴും നിങ്ങൾ പറയണ്ട, ടീച്ചേഴ്സ് പറഞ്ഞല്ലോ ഞാൻ നന്നായിട്ട് ചെയ്യാമെന്നുണ്ട്, അങ്ങനത്തെ ഒരു ഇതായി. അവർ നല്ല അടിപൊളിയായിട്ട് ചെയ്തു. ടീച്ചേഴ്സും അടിപൊളിയായിരുന്നു. ഇവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ പിള്ളേരെ പോലെ അല്ല ഈ കുഞ്ഞു പിള്ളേർ, നമ്മൾ പറയുന്ന എല്ലാം ഒന്നും കേൾക്കില്ല. അപ്പോൾ അതത്ര ഈസി അല്ല ഇവരുടെ ടീച്ചേഴ്സിന് ഇവരെല്ലാവരെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അതിനിടയ്ക്ക് ഇവർക്ക് ഫുഡ് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് ഫുഡൊന്നും വേണ്ട, അവൾക്ക് ഐസ്ക്രീം കിട്ടിയാൽ മതി. ഇതെങ്ങനെയും കഴിഞ്ഞിട്ടൊന്ന് ഐസ്ക്രീം കിട്ടിയാൽ മതി. ഞങ്ങൾ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്റ്റേജിൽ നന്നായിട്ട് ചിരിച്ച് പെർഫോം ചെയ്യണമെന്നാണ്. അവൾ അതുപോലെ തന്നെ കേട്ടു, നന്നായിട്ട് ചിരിച്ചിട്ടൊക്കെ തന്നെ നിന്നു സ്റ്റേജിൽ. പുള്ളിക്കാരിക്ക് പിന്നെ ഒരു സ്റ്റേജ് ഫിയറും അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഈ രണ്ട് ഗേൾസ് ആണെങ്കിലും ഭയങ്കര ആക്റ്റീവായിരുന്നു. ടീച്ചർ പറഞ്ഞു ഇവർ തന്നെയാണ് ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന്. ഇവർ ഭയങ്കര ആക്റ്റീവായിട്ടെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനൽ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഇവർ സ്റ്റേജിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു.